അതേപോലെ ഈ മൂർഖനെ കണ്ടേനാ പാലും മുട്ടയും കൊടുക്കണം എന്ന് പറയുന്നത്. എൻ്റെ അമ്മയെ മുട്ടയും കൊടുക്കണം, പാല് കഴിക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് സത്യമാണോ? മുട്ട കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് ധാരണയില്ലായിരുന്നു. വെറുതെ ഒരു ജീവിയല്ലേ, എന്നെ വെള്ളം വേണം, അതിപ്പോൾ പാലായാലും വെള്ളമായാലും അത് കുടിക്കും എന്നുള്ളതേ ഉള്ളൂ. മുട്ടയുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. വെള്ളം കൊടുക്കുക, പാല് ചിലപ്പോൾ കുടിക്കുമായിരിക്കും, കാരണം വെള്ളം വേണമല്ലോ, ആ ജീവിക്ക് വെള്ളം കുടിക്കണമല്ലോ. അതേപോലെ തന്നെ ഈ പാമ്പ്, നമ്മളിപ്പോ ഒരു പാമ്പിനെ തല്ലി ആ പാമ്പ് തിരിച്ച് നമുക്ക് പകയോടെ വന്ന് നമ്മളെ കൊത്തുന്നൊക്കെ പണ്ട് ആൾക്കാർ പറയാറുണ്ട്. അതിൽ എത്രത്തോളം സത്യം? അതിന് എങ്ങനെയാണ് ഇവര് ഇത് ഓർത്ത് വെച്ച്? ഈ പാമ്പെന്ന് പറയുന്നത് ഒരു ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ്, വളരെ സാധുവായിട്ടുള്ള യാതൊരു ബുദ്ധിയും ഇല്ലാത്ത ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. അത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്നോട് ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഏതോ ചാനലിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് പിന്നെ എന്തുവാണ്, പാമ്പ് കടിച്ചപ്പോൾ ആ പാമ്പിനെ പോയി പിടിച്ചുകൊണ്ട് വന്ന് അതിനെ കൊണ്ട് കടിപ്പിച്ച് തിരിച്ച വിഷം. എങ്ങനെയാണ് നമ്മുടെ ഞരമ്പ് വഴി കയറിപ്പോയ ഈ വനത്തിനെ ഈ പാമ്പിനെ കൊണ്ട് എങ്ങനെയാണ് തിരിച്ചിറക്കിക്കുന്നത്? ഇതൊക്കെ നമ്മൾ വെറുതെ പണ്ടത്തെ ഒരു എന്താണ്, നമ്മുടെ ഒരു മിത്താണ്. ഇതെല്ലാം പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ പറയുന്നതാണ്. പിന്നെ എന്തുവാണ് ഈ പറഞ്ഞതുപോലെ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ പക, അതും വെറുതെയാണ്. നമ്മൾ എങ്ങനെയാണ് പാമ്പിനൊക്കെ അങ്ങനെ ഒരു പക ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കാരണം നമ്മുടെ എന്താണ് ഹിന്ദു മിത്തോളജിയിൽ പാമ്പുകളെന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന നാഗങ്ങളെന്ന് പറയുന്നത്, സർപ്പങ്ങൾ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഹിന്ദുക്കൾക്ക് 33 ദൈവങ്ങളുണ്ടെന്ന, ബാക്കി അത്യാവശ്യം എല്ലാവരെയും നമുക്ക് കണ്ടുപരിചയമില്ല, വേറെ ആരെയും. ഇപ്പോൾ ശിവനെ ആയാലും അയ്യപ്പനെ ആയാലും ആരെയും നമുക്ക് നേരിട്ട് ലൈവായിട്ട് കണ്ടുപരിചയമില്ല. പക്ഷേ അതിൽ നമുക്ക് ആകെ കണ്ട് പരിചയമുള്ള ആൾക്കാരെന്ന് പറയുന്നത് നാഗങ്ങളാണ്, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, ശരിക്കും നാഗങ്ങളെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, കാവുകളുടെ സംരക്ഷണമാണ്. അതെ അത് ശരിക്കും കാവുകളുടെ സംരക്ഷണത്തിന്, കാവുകളിലാണ് പാമ്പുകൾ കാണപ്പെടുന്നത്. കാവുകളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, കാവെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥയാണ്. അതായത് ഇതിൻ്റെ എല്ലാം അവസാനത്തെ ഇത് ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണമാണ്. ആ പ്രകൃതിയെ, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായാണ് ശരിക്കും പറഞ്ഞാൽ അത് സർപ്പങ്ങളിൽ എത്തി നിന്ന് അവരെ ദൈവങ്ങളായി ആരാധിക്കുന്നത്. അപ്പോൾ ദൈവങ്ങളെ എന്തായാലും നമ്മൾ ഉപദ്രവിക്കില്ലല്ലോ, കൊല്ലാൻ ആരും എന്തായാലും തയ്യാറാവില്ല. അപ്പോൾ അതിലൂടെ ആ ഒരു സംരക്ഷണത്തിലൂടെ കാവുകളെ സംരക്ഷിക്കുന്നു, ആ ഒരു സംരക്ഷണത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ലോജിക്ക്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഒരു ഇതിൽ എത്ര മുട്ടയിടാനാണ്? അണലിയൊക്കെ 60 വരെയൊക്കെ പോകും. അതെ, 60ഓളം, 50-60 വരെയൊക്കെ. മൂർഖനും അതുപോലെ 30-40-50 വരെയൊക്കെ മുട്ടയുണ്ടാവും. ഇതെല്ലാം വിരിഞ്ഞിറങ്ങാം. അണലി എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതായതുകൊണ്ട് മുട്ട ചീത്തയായി കുറേ നശിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. മൂർഖൻ്റെയൊക്കെ കുറേയൊക്കെ മുട്ടയൊക്കെ ചിലപ്പോൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇത്ര ഭയങ്കര ചൂടിലൊക്കെ ചിലപ്പോൾ വിരിയാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ കാണും. അവർ പക്ഷെ അതെല്ലാം നോക്കിയിട്ടാണ് മുട്ടയൊക്കെ ഇടുന്നത്. അപ്പോൾ പക്ഷേ അണലി പ്രസവിക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യും, ഇതെല്ലാം ഇങ്ങനെ വരും, ഇങ്ങനെ ഞെരുപരാന്ന് ഇവരെല്ലാവരും കൂടി 4 വഴി, ഇവരൊരു ടെറിട്ടറി കിട്ടുന്നത് വരെ ഇവരെല്ലാം 4 വഴി അങ്ങ് പോവുകയാണ്, ചിതറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് എവിടെയാണോ ഇങ്ങനെ പോകുമ്പോൾ എവിടെയാണോ ഒരു സ്പേസ് കിട്ടുന്നത് അവിടെ കയറി അങ്ങിരിക്കും. അപ്പോൾ ഇതുപോലെ ഷൂ, ഹെൽമെറ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്ന് നോക്കണം. എടുത്തിട്ടുകൊണ്ട് ഞാനായാലും നമ്മൾ ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും ഒരു ജാഗ്രത, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. അതെ.